നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആചാരപ്പെരുമയിൽ തിരുത്തിക്കാട് കുതിരവേലയാഘോഷം. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. തട്ടകം ഒരുങ്ങി. കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക്. സേലം സ്വദേശികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്ക്. എരുമപ്പെട്ടിയിൽ പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് 63-കാരിയുടെ സാഹസികതയിൽ 4.5 വയസ്സുകാരന് പുനർജീവൻ. കിണറ്റിൽ വീണ കുരുന്നിനാണ് ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സന്ദർഭോചിത ഇടപെടലും 63-കാരിയുടെ ധീരതയും തുണയായത്. തീയണച്ചിട്ടും അഗ്നിബാധയ്ക്ക് പൂർണ്ണതോതിൽ ശമനമില്ല. നാട്ടുകാർ വലയുന്നു. കുന്നംകുളം അടുപ്പുട്ടി പ്രദേശത്തെ രാജീവ് നഗറിലെ 5 ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് തീയണച്ചിട്ടും പുക ഉയരുന്നത് മൂലം നാട്ടുകാർ ദുരിതം നേരിടുന്നത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും. മാർച്ച് 3-ന് അശ്വതിവേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും. വേലൂർ തിരുക്കുതിര, കുട്ടിക്കുതിര, വേലൂർ വെങ്ങിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, തെക്കേമഠം ദേവസ്വം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതിവേലയിൽ ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ ദേശങ്ങളിൽ നിന്നും വേലൂർ തെക്കുമുറി, വാഞ്ചു നഗർ, ഹഷ്മി നഗർ, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയ കുതിര സമുദായങ്ങളുടെയും കുതിരകൾ ഭരണിവേല കീഴടക്കും. കാർത്തികവേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. മാർച്ച് 2, 3, 4, 5 തീയതികളിലായാണ് കുതിരവേല ആഘോഷിക്കുന്നത്. ആചാരപ്പെരുമയിൽ തിരുത്തിക്കാട് കുതിരവേല ആഘോഷിച്ചു. പോർക്കുളം കുതിരപ്പാടത്തും തിരുത്തിക്കാട് കോമളാക്ഷി ക്ഷേത്ര പരിസരത്തുമായി ഞായറാഴ്ച രാവിലെ മുതൽ കുതിര നിർമ്മാണം തുടങ്ങി. പോർക്കുളം, തിരുത്തിക്കാട് കിഴക്കുമുറി ദേശക്കാരാണ് കുതിരവേല ആഘോഷത്തിൽ പങ്കെടുത്തത്. പോർക്കുളത്ത് അച്ഛൻ കുതിരയും തിരുത്തിക്കാട് അമ്മ കുതിരയും കിഴക്കുമുറിയിൽ മകൻ കുതിരയുമാണെന്നാണ് വിശ്വാസം. മരങ്ങൾ കൂട്ടിയോജിപ്പിച്ച് കുതിരയുടെ മാതൃക നിർമ്മിച്ചതിനു ശേഷം വൈക്കോലും കയറും ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. തുണിയും തോരണങ്ങളും ആടയാഭരണങ്ങളും അണിയിച്ച് മനോഹരമാക്കിയ കുതിരകളെ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമായി എഴുന്നള്ളിപ്പും ഉണ്ടായി. രാത്രി കലാപരിപാടികൾക്ക് ശേഷം പുലർച്ചെയോടെ ദേശക്കാർ തോളിലേറ്റി കുതിരകളെ വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. കുംഭഭരണി ഉത്സവത്തിന് കുതിരകളെ തോളിലേറ്റി ദേശക്കാർ ക്ഷേത്രപ്രദക്ഷിണം നടത്തും. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് ഗ്രാമകം നാടകോത്സവത്തിന്റെ പുസ്തകോത്സവം ആരംഭിച്ചു. ക്ഷേത്ര മൈതാനത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ നടക്കുന്ന പുസ്തകോത്സവം എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സി മഞ്ജു ഉദ്ഘാടനം ചെയ്തു. നാടകോത്സവം സംഘാടക സമിതി ചെയർമാൻ പി കൃഷ്ണദാസ് അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പുസ്തകോത്സവം ചെയർമാൻ VV വേണുമാസ്റ്റർ, കൺവീനർ അതുല്യ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആദ്യ വിൽപ്പന നടത്തി. മാർച്ച് 5 വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. പ്രശസ്തരായ എഴുത്തുകാരുടെയും പുതുമുഖ പ്രാദേശിക എഴുത്തുകാരുടെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രദർശനത്തിലുണ്ട്. കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക്. സേലം കള്ളക്കുറിച്ചി സ്വദേശിനികളായ 40 വയസ്സുള്ള കോളഞ്ചി, 38 വയസ്സുള്ള കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടമുണ്ടായത്. മലപ്പുറം ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അതിഥി തൊഴിലാളികളായ സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ച് പാതയോരത്ത് സൂക്ഷിച്ച വാഹനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീകളെ കുന്നംകുളം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകരും താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. കാർ യാത്രക്കാരായ വെള്ളറക്കാട് സ്വദേശികളായ മോഹനൻ, വിനീത, മഹിത, 3.5 വയസ്സുള്ള ഇതൾ, പെട്ടിയോട്ടോറിക്ഷ യാത്രക്കാരായ തമിഴ്നാട് സ്വദേശി നാഗരാജ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എളവള്ളി നന്ദന്റെ കരവിരുതിൽ തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ദാരുശില്പങ്ങൾ ഒരുങ്ങി. പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്കുള്ള ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ദാരുശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണൻ ആചാര്യയുടെയും പാറുക്കുട്ടിയുടെയും മകനാണ്. ശില്പനിർമ്മാണത്തിൽ വിനോദ് മാരായമംഗലം, നവീൻ, ജയന്തൻ, പ്രസാദ്, ജിത്തു, സന്തോഷ്, ഹരി, സനീഷ് എന്നിവർ സഹായികളായി. തൃക്കാവ് ഈശ്വർ നിവാസിൽ ബാലകൃഷ്ണസ്വാമിയാണ് പ്രവൃത്തികൾ വഴിപാടായി സമർപ്പിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ, ക്ലർക്ക് ഗിരീഷ്, KP നാരായണ പിഷാരടി, T ചന്ദ്രശേഖരൻ, K മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പുസ്തകോത്സവത്തിന്റെ മുന്നോടിയായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. കവിതാലാപനം, ലളിത ചലച്ചിത്ര ഗാനാലാപനങ്ങൾ എന്നീ ഇനങ്ങളിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലും നാടകം, ഗാനാലാപനം, നാടൻപാട്ട് എന്നിവയിൽ പ്രായഭേദമന്യേ പൊതുവായ മത്സരവും നടത്തി. ചിത്രകാരൻ ഗായത്രി, KR ശശീധരൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 11 വർഷങ്ങളിലായി നടത്തിവരുന്ന ഗുരുവായൂർ പുസ്തകോത്സവം ഇത്തവണ മാർച്ച് 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള തീയതികളിലായാണ് നടക്കുക. നാലു പേർക്കും നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞുപോയി. തീയണച്ചിട്ടും അഗ്നിബാധയ്ക്ക് പൂർണ്ണതോതിൽ ശമനമാകാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കുന്നംകുളം അടുപ്പുട്ടി പ്രദേശത്തെ രാജീവ് നഗറിലെ 5 ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് വ്യാപകമായി തീപിടുത്തമുണ്ടായത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ അഗ്നിബാധ ഉണ്ടായതാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറമ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുക ഉയരുന്നതായും ഇതേ തുടർന്ന് വലിയ പ്രയാസങ്ങൾ നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതാണ് തീ അണച്ചയിടത്ത് നിന്ന് വീണ്ടും പുക ഉയരാൻ കാരണമെന്നാണ് നിഗമനം. ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. അഗ്നിബാധയ്ക്ക് കാരണമാകുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഉണങ്ങിയ പുല്ലും മറ്റും അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടുത്തെ ഇവിടുത്തെ 4 ദിവസമായി അപ്പോൾ അത് ആ സമയത്ത് ഫയർഫോഴ്സൊക്കെ വന്ന് ഇവിടെ കിടത്തി. ഇവിടെ പുകഞ്ഞിട്ട് ഭയങ്കര പുകച്ചിൽ. പിറ്റേ ദിവസം ഞാൻ കൗൺസിലറോട് പറഞ്ഞു ഇവിടെ ഭയങ്കര പുക എടുക്കുന്നുണ്ട്. മൂപ്പര് ഇവിടെ പോയിട്ട് നഗരസഭയിൽ പോയി പറഞ്ഞ് നഗരസഭ പിന്നെ ഫയർഫോഴ്സിനെ വന്ന് വിളിച്ച് ഫയർഫോഴ്സ് വന്നു. പുകയൊന്നും തീയൊന്നും ആളി കത്തുന്നില്ല, പുക മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു മടങ്ങി പോയി. ഇപ്പം ഇന്ന് നോക്കിയപ്പോൾ നല്ലോണം പിന്നെയും പുക 2-4 സ്ഥലത്ത് വരുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. മൂക്കുന്നൊക്കെ ഇങ്ങനെ കറുത്തത് വരിക, കണ്ണ് ഭയങ്കര വേദന. പ്രത്യേകിച്ച് വായു മലിനീകരണം, അത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണമാണ്. അതൊന്ന് അവസാനിപ്പിച്ച് തരാൻ
മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. TV ഷാജി അധ്യക്ഷനായി. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PG സുനിൽകുമാർ, MM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KR വർഗീസ്, ഫ്രാങ്ക്ലിൻ കുണ്ടന്നൂർ, PD ജോയ്, TA ഔസേബ്, ഉല്ലാസ് ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. വിചിത്രമായ ഉത്തരവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷകൾക്ക് നിർബന്ധമായും കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയകളിലാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ അതേ സംബന്ധിച്ച് മീറ്ററിൽ കാണുന്ന പൈസ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് യാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ കഴിയുള്ളൂ. വലിയ തർക്കത്തിലേക്ക് പോകും. പ്രമുഖ ഗാന്ധിയനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പേരകം കളത്തിൽ ശിവരാമൻ അന്തരിച്ചു. 105 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മറ്റം കണ്ടിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെയുള്ള ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷം നടന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും ശനിയാഴ്ച ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങളും നടന്നു. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം ഗണപതി ഹവനം, തൈലാഭിഷേകം, വാകച്ചാർത്ത് അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയുണ്ടായി. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പെരിങ്ങോട് ഉണ്ണികൃഷ്ണൻ മദ്ദളത്തിലും പല്ലശ്ശന ശിവൻ തിമിലയിലും മേളപ്രമാണിമാരായി. ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 6-ന് നിറമാലയും തുടർന്ന് ദീപാരാധന, കേളി, തായമ്പക, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. ജീവന് തുല്യം സ്നേഹിക്കുന്നവരെ സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച കിച്ചു എന്ന റോട്ട്വീലർ നായ. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് വീട്ടുകാരെ രക്ഷിച്ച കിച്ചുവിന് പക്ഷേ സ്വന്തം ജീവൻ അതിനായി നൽകേണ്ടി വന്നു. പെരുമ്പിലാവ് അൻസാർ കോളേജിന് പിൻവശം മയൂഖം റോഡിൽ താമസിക്കുന്ന CCTV ഡയറക്ടർ ബോർഡ് മെമ്പർ പൊറവൂർ ബീട്ടിക്കഴി ശശികുമാറിന്റെ വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 2 മണിക്കാണ് സംഭവം. വിദേശയിനം ശ്വാനവർഗത്തിൽപ്പെട്ട റോഡ് വീലറും ജർമ്മൻ ഷെപ്പേർഡുമുള്ള വീട്ടിൽ റോഡ് വീലറെ രാത്രി കൂട്ടിൽ നിന്നും പുറത്തുവിടാറുണ്ട്. നിർത്താതെയുള്ള കുര കേട്ട് പുറത്തിറങ്ങിയ ശശികുമാറിനെ വീടിന്റെ സ്റ്റെപ്പിൽ പത്തി കാട്ടി നിന്നിരുന്ന മൂർഖനാണ് വരവേറ്റത്. ഇതോടെ പുറത്തുണ്ടായിരുന്ന ശ്വാനന്മാരോട് കൂട്ടിൽ കയറാൻ നിർദ്ദേശം നൽകി. ഉടൻ തന്നെ സ്നേക് ക്യാച്ചർ രാജൻ പെരുമ്പിലാവിനെ വിവരം അറിയിച്ചു. അതിവേഗം സ്ഥലത്തെത്തിയ രാജൻ പാമ്പിനെ പിടികൂടുമ്പോഴും കിച്ചു എന്ന റോഡ് വീലറിന് കടിയേറ്റ വിവരം ആരും അറിഞ്ഞില്ല. കൂട്ടിൽ അവശനായി കണ്ട കിച്ചുവിന്റെ മുഖത്ത് കണ്ണിന് സമീപത്താണ് പാമ്പ് കുത്തിയിരുന്നത്. വീട്ടുകാരെ രക്ഷിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കിച്ചു യാത്രയായപ്പോൾ കുടുംബത്തിനത് നോവുള്ള കാഴ്ചയായി. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒമ്നി വാനിനടിയിൽ പതുങ്ങിയ ഉഗ്രവിഷമുള്ള മൂർഖനെ കണ്ടെത്തി ആക്രമിച്ച് വീട്ടുകാരെ ആ വിവരം അറിയിച്ച ശേഷമായിരുന്നു കിച്ചുവിന്റെ വിടവാങ്ങൽ. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനംവകുപ്പ് അധികൃതരെ ഏൽപ്പിച്ചു. പെങ്ങാമുക്കിൽ മുൻ MLA KS നാരായണൻ നമ്പൂതിരിയുടെ വീടിന്റെ കാർ പോർച്ചിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. പാമ്പിനെ കണ്ട വീട്ടുകാർ സ്നേക് കാച്ചർ രാജൻ പെരുമ്പിലാവിനെ വിവരം അറിയിച്ചു. തുടർന്ന് പാമ്പിനെ പിടികൂടി. ചൂട് കൂടിയതോടെ വിഷപ്പാമ്പുകൾ വീടുകൾക്ക് സമീപം എത്തുന്നത് പതിവായിട്ടുണ്ട്.
ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. പാണ്ടിമേളവുമുണ്ടായി. വർണ്ണക്കാവടികൾ, തെയ്യം, നാടൻ കലാരൂപങ്ങളുടെ പ്രകടനം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റേകി. ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിലവിളക്ക്, അലങ്കാരപ്പറ, പൂത്താലം എന്നിവയുടെ അകമ്പടിയോടെ ഭഗവാൻ ആറാട്ടിനായി പുറപ്പെട്ടു. തുടർന്ന് വാദ്യാഘോഷങ്ങളും പൂത്താലവുമായി ഗ്രാമപ്രദക്ഷിണം നടന്നു. വഴിനീളെ ഭക്തർ നിറപറയും നിലവിളക്കുമായി സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ പ്രദക്ഷിണം, കൊടിയിറക്കം, 20 കലശമാടൽ, ശ്രീഭൂതബലി എന്നിവയോടെ ഉത്സവത്തിന് സമാപനമായി. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. പുരാഘോഷ നിയന്ത്രണ കമ്മിറ്റി കൺവീനർ KN ഷാജി, ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമിയും പറയങ്ങാട് ജുമാ മസ്ജിദ് മുദ്രസ് ഷറഫുദ്ദീൻ ഫൈസിയും ചേർന്ന് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂറിന് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് സെക്രട്ടറി വലിയ വളപ്പിൽ ഷെഫീഖ്, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മസ്ജിദ് പുനർനിർമ്മാണ ട്രഷറർ പാവൂരയിൽ റസാഖ്, ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ പ്രധാന അധ്യാപകൻ ഇസ്മയിൽ സുഹരി, കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 300-ൽ പരം കുടുംബങ്ങൾക്ക് 16 നോമ്പുതുറ വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് നൽകിയത്. വടക്കേക്കാട് 63-കാരിയുടെ സാഹസികതയിൽ 4.5 വയസ്സുകാരന് പുനർജീവൻ. കിണറ്റിൽ വീണ കുരുന്നിനാണ് ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സന്ദർഭോചിത ഇടപെടലും 63-കാരിയുടെ ധീരതയും തുണയായത്. ശനിയാഴ്ച വൈകിട്ട് മണികണ്ഠേശ്വരത്താണ് സംഭവം. CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷംസു കല്ലൂരിന്റെ മകൻ 7 വയസ്സുകാരനായ ബാരിഷും പിതൃസഹോദരന്റെ പുത്രി 7 വയസ്സുകാരിയായ ഫിൻസ ബിൻ ഫിറോസും ഇവരുടെ പിതാവിന്റെ സഹോദരന്റെ മകളുടെ മകൻ മുഹമ്മദ് ഐസും കൂടി കളിക്കുന്നതിനിടെ അറിയാതെ കാൽ വഴുതി മുഹമ്മദ് ഐസ് താഴ്ചയുള്ള കിണറ്റിലോട്ട് വീഴുകയായിരുന്നു. ഷംസുവിന്റെ സഹോദരൻ തെക്കേപ്പാട്ടയിൽ മുഹമ്മദ് ഹാജിയോടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കിണറിന് സമീപത്തെ മോട്ടോർ ഷെഡിന്റെ മുകളിൽ വീണ നെല്ലിക്കയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 4.5 വയസ്സുകാരൻ 14 റിംഗ് താഴ്ചയുള്ള കിണറിലേക്ക് വീണത്. ഉടൻ തന്നെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരൻ ബാരിഷ് മുത്തുമയായ 63-കാരി സുഹറയെ വിവരമറിയിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ കുട്ടിയെ രക്ഷിക്കാനായി പമ്പ് സെറ്റിലെ ഫുട്ബോൾ പിടിച്ച് കയറിൽ തൂങ്ങി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. തുടർന്ന് മുങ്ങിത്താഴുകയായിരുന്ന കുട്ടിയെ എടുത്ത് ഇരുവരും കയറിൽ തൂങ്ങി നിന്നു. ഞാൻ ആ ചായക്കെള്ളമൊക്കെ ഇതേപോലെ ആ ചായപാത്രം അങ്ങനെ എടുത്തിട്ട് ഞാൻ ഓടി നോക്കുമ്പോൾ ഒരു കാല് മാത്രമുണ്ട്. കാലിങ്ങനെ താഴ്ന്നു പോവുക. ഞാൻ എങ്ങനെയാണ് എത്തി നിൽക്കാന്ന് വെച്ചില്ല. എന്റെ കയ്യുമ്പ സ്ഥലത്തില്ല. അന്ന് ഞാൻ കയറി പിടിച്ചു. എന്റെ കയ്യൊക്കെ ഇവിടെ ഒക്കെ നീല നിറഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയൊക്കെ അങ്ങനെ പോയെന്ന്. പിന്നെ അവിടെ പോയിട്ട് ആ പൈപ്പ് പിടിച്ച് അങ്ങനെ എത്തി കുട്ടികൾ പോന്നു. വിവരമറിഞ്ഞെത്തിയ തൊട്ടടുത്ത വീട്ടിലെ ഇവരുടെ ബന്ധു കൂടിയായ അഷ്കറും മറ്റുള്ളവരും ചേർന്ന് ഇരുവരെയും കിണറിന് മുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി. അക്കൊക്കെ വേഗം ഇത് വന്നിട്ട് ഈ പൈപ്പ് പിടിച്ചിട്ട് ചാടും. എന്നിട്ട് മൂത്തമ്മ അവനെ പിടിച്ചിട്ട് പൈപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തല കറങ്ങണെന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്കും അക്കൊക്കെ വന്നിട്ട് പിടിച്ചിട്ട് വെച്ചു. ഉണ്ണിനെ ഞെറ്റിയപ്പോ പിന്നെ അക്കുക്കാന് അവനൊക്കെ ജയിച്ചു. വീഴ്ചയിൽ കുട്ടിക്ക് ഇടത് ചെവിയിൽ ചെറിയ പരിക്കുണ്ട്. ഇരുവരെയും പുന്നേർകുളം ശാന്തി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു. വലിയ അപകടത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഞെട്ടൽ കുടുംബത്തിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അതേസമയം സംയോജിത ഇടപെടലിൽ കുരുന്നിന്റെ രക്ഷകരായതിന്റെ ആശ്വാസത്തിലാണ് 7 വയസ്സുകാരൻ ബാരിഷും 63-കാരി സുഹറയും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കാൽനടപ്പാതയിൽ രൂപം കൊണ്ട കുഴിയിൽ വാഴ വെച്ചും തെരുവ് വിളക്കുകൾ കണ്ണടയ്ക്കുന്നതിനെതിരെ മെഴുകുതിരികൾ തെളിയിച്ചും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മേൽപ്പാല പരിസരത്ത് ഗുരുവായൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമരം സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ വിഷയാവതരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, നേതാക്കളായ ബാലൻ വാറനാട്ട്, VK സുജിത്, ശൈലജ ദേവൻ, ശശി വാറനാട്ട്, VS നവനീത്, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡിബിൻ ചാമുണ്ടേശ്ശേരി, PR പ്രകാശൻ, വിപിൻ വാലങ്കര, അൻസാർ PA, ജെസ്റ്റോ സ്റ്റാൻലി, രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി.
ശനി ഞായർ ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പൂരാഘോഷവും വേലമഹോത്സവവും നടന്നത്. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ശ്രീശർമ്മൻ നമ്പൂതിരി എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് പ്രാദേശിക പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഗ്രാമവീഥികളിലൂടെ പ്രദക്ഷിണം നടത്തിയ പൂരം എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6 മണിയോടെ ക്ഷേത്രത്തിലെത്തി. ചിറക്കാട് പാടശേഖരത്തിനോട് ചേർന്നുള്ള അരിക്കലിന് മുന്നിലെത്തി നമസ്കരിച്ച ശേഷം ക്ഷേത്രത്തിന് മുന്നിലെത്തിച്ചേർന്നു. ദീപാരാധനയെ തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8 ഗജവീരന്മാർ അണിനിരന്നു. ഞായറാഴ്ച വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തെയ്യം ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തി. പൂരാഘോഷങ്ങൾക്ക് ക്ഷേത്രസമിതി ഭാരവാഹികളായ ശിവരാജൻ, സന്തോഷ്, തുളസീദാസ് എന്നിവർ നേതൃത്വം നൽകി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എം കെ അജിതകുമാരി, പ്രധാന അധ്യാപകർ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ CH സാദിഖ് എന്നിവർക്ക് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ നടന്ന യോഗം തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ PV റഫീഖ് അധ്യക്ഷനായി. തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി അംഗം ഡോക്ടർ M ശ്രീകല, പ്രധാന അധ്യാപകരായ CP ലിജി, PF ജോസ്, AM സീമ, ഫാദർ യാക്കോബ് OIC, രാജു ഡേവിഡ്, VV സയ, ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ MK സൈമൺ എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച SFI പഴഞ്ഞി മേഖലാ ഭാരവാഹിയായിരുന്ന അപർണയുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. SFI പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയും ബാലസംഘം ചെറുതുരുത്തി ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ SFI പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിസാം അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, SFI തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനസ് ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത് കൃഷ്ണ, വാർഡ് മെമ്പർ ബിന്ദു മനോഹരൻ, ശൈലജ അരുൺദാസ്, നിധിൻ അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ബ്രാഞ്ച് സെക്രട്ടറി NK സതീശൻ സ്വാഗതവും DYFI പഴഞ്ഞി മേഖലാ ജോയിന്റ് സെക്രട്ടറി CK സൂരജ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ച് 2-ന് ചൊവ്വന്നൂർ പന്തല്ലൂരിൽ നടന്ന SFI ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി സഹപ്രവർത്തകനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ടോറസ് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപർണയുടെ മരണം. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ 44ാമത് വാർഷികം സുമാനസം 2025 ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ NJ ലിസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൈക്കോളജിസ്റ്റ് T അബി ഡേവിഡ്, ജില്ലാ യൂത്ത് വെൽഫെയർ ഓഫീസർ PM ചേറു എന്നിവരെ ആദരിച്ചു. വാർഡ് കൌൺസിലർ AS സനൽ, പ്രസിഡന്റ് CK അപ്പുമോൻ, കുന്നംകുളം YMCA പ്രസിഡന്റ് രഞ്ജൻ മാത്യു എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും കോമഡി ഉത്സവ് ഫെയിം, കലാഭവൻ ബാദുഷ ടീമിന്റെ സാക്സോഫോൺ, ദേശീയ പുരസ്കാര ജേതാവ് കിഷോർ കുമാർ അന്തിക്കാട് അവതരിപ്പിച്ച സ്പെഷ്യൽ പ്രോഗ്രാമും അരങ്ങേറി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നെല്ലിക്ക എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജനോത്സവം സിനിമാ താരം VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗദാമിനി, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ, രാമദാസ് മാസ്റ്റർ, താജുന്നിസ, P അജയൻ, P നൂറുദ്ദീൻ, KC ഷിഹാബ്, ആശാലത, BDO അമൽദാസ്, CDPO സുലൈഖ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ 131ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മഹത്തരമായ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി സംഘടിപ്പിച്ച വാർഷികം ഗുരുചരണം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഈ നിങ്ങളുടെ 131ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും
ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ടെലിവിഷൻ അവതാരകയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവിയുമായ ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി. സ്റ്റാഫ് പ്രതിനിധി സിമി ജോസ് ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവനന്തപുരം സാഹിത്യവേദിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ഫാദർ വർഗീസ് തിരുത്തിച്ചിറയെ ചടങ്ങിൽ ആദരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ NS ജിഷ്ണു, നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, സ്കൂൾ പ്രധാന അധ്യാപിക CP ഷീജ, BPC അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് CD പരമേശ്വരൻ, സ്കൂൾ ലീഡർ CS ആവണി തുടങ്ങിയവർ സംസാരിച്ചു. വിജയികളെ ആദരിക്കൽ, പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനദാനം, പ്രീ പ്രൈമറി പ്രതിഭകളെ ആദരിക്കൽ, RPമാരെ ആദരിക്കൽ, പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ, എൻഡോമെന്റ് വിതരണം തുടങ്ങിയ പരിപാടികളും വാർഷികത്തിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന KSTA അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. ചാവക്കാട് ശിക്ഷക് സദനിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് KB ഫെർഡി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, TM ബിന്ദു, PS ഷൈജു, ഡിക്സൺ V ചെറുവത്തൂർ, CD വിനി, TT സുമ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ MC സുനിൽകുമാർ, രാജി NS, KL ജെസി, MK ജോയ്സി തുടങ്ങിയവർ സംസാരിച്ചു. വിശുദ്ധ റമളാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഞമ്മനേങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റമളാൻ കിറ്റ് വിതരണം ചെയ്തു. 10,000-ലധികം ആളുകൾക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ഈത്തപ്പഴ വിതരണോദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK നിർവഹിച്ചു. ഞമ്മനേങ്ങാട് മുദ്രിസ് സുബൈർ സദി അൽ അർഷദി വിഷയാവതരണം നടത്തി. മജീദ് മാസ്റ്റർ, മുഹമ്മദ് അലി ഹാജി കൌക്കാനപ്പെട്ടി, അഷ്റഫ് ഹാജി ദുബായ്, നൌഷാദ് വല്ലാശ്ശേരി, VM കുഞ്ഞുമോൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പോർക്കളേങ്ങാട് ശ്രീ വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശേഷാൽ പൂജയോടൊപ്പം തന്ത്രി പൂജയും കലശമാടലും ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ഉഭയൂർ എടമനമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് തിരുവാതിരക്കളിയും കീർത്തന കൃഷ്ണകുമാറിന്റെ സോപാന സംഗീതവും ഉണ്ടായി. വൈകിട്ട് ചുറ്റുവിളക്ക്, പൂജ, പോർക്കളേങ്ങാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ താലം വരവും ഉണ്ടായി. ഭക്തജനങ്ങൾക്ക് 3 നേരവും പ്രസാദ ഊട്ട് ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കണ്ടേങ്ങത്ത്, സെക്രട്ടറി ശ്രീജിൽ കണ്ടേങ്ങത്ത്, ട്രഷറർ രതീഷ് കാണിയത്ത്, ഭരണസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 16-ാം തീയതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിക്കും. പുന്നേർക്കുളം കൊരച്ചനാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച പ്രണാമം കലാവേദിയുടെ നാട്ടുത്സവം നടന്നു. തിങ്കളാഴ്ച മാവിൻ ചുവട് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സെമിടോൺ അവതരിപ്പിച്ച ഗാനമേള ഉണ്ടാകും. ശശീന്ദ്രൻ മങ്ങാടിന്റെ നേതൃത്വത്തിൽ ഭഗവതിപ്പാട്ടും അരങ്ങേറും. 4-ന് ഭരണദിവസം വിശേഷാൽ പൂജകൾക്ക് ശേഷം 4 മണിക്ക് പാണ്ടിമേളത്തോടുകൂടി തിടമ്പ് എഴുന്നള്ളിക്കും. 6 മണിക്ക് കാവടി, തിറ, ഭൂതം, കാള, കരിങ്കാളി, വിവിധ മേളങ്ങളുടെ അകമ്പടിയോടെ വേലകയറ്റവും തുടർന്ന് ദീപാരാധനയും നടക്കും. വേലകയറ്റത്തിന് ശേഷം അത്താഴപൂജ, കലാമണ്ഡലം വിജീഷ്, കലാമണ്ഡലം രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും അരങ്ങേറും. പുലർച്ചെ 3 മണിക്ക് മധുത്താലത്തോടുകൂടി എഴുന്നള്ളിപ്പും പൊങ്ങിലിടിയും ഉണ്ടാകും. കാർത്തിക നാളിൽ രാവിലെ 9 മണിക്ക് വടക്കൻ വാതുക്കൽ
അടപുഴുക്ക്, അരിയെറിയൽ എന്നിവയോടുകൂടി നട അടയ്ക്കും. ക്ഷേത്രം പ്രസിഡന്റ് ഭാസ്കരൻ മഞ്ചേരി, സെക്രട്ടറി മണികണ്ഠൻ പൊന്നമ്പത്ത്, ട്രഷറർ അറുമുഖൻ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും. മഞ്ജുളാലിൽ കുചേല പ്രതിമ പുനഃസ്ഥാപിക്കണമെന്ന് തിരുവെങ്കിടം പാനയോഗം ആവശ്യപ്പെട്ടു. കുചേല ബന്ധത്തിന്റെ ഗാഢഗാഥ വിളിച്ചോതി ഭക്തരിൽ പ്രതീക്ഷകൾ നൽകി നിലനിന്നിരുന്ന കുചേല പ്രതിമ ഇത്തവണത്തെ ഗുരുവായൂർ ഉത്സവ കൊടിയേറ്റ ആനയോട്ട ദിനത്തിന് മുമ്പായി സ്ഥാപിച്ചാൽ വിശ്വാസികൾക്ക് ആശ്വാസമാകുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി വാദി പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക യോഗം തിരുവെങ്കിട ജലപതി ക്ഷേത്ര സമിതി പ്രസിഡന്റും പാനയോഗ സാരഥിയുമായ ശശി വാരണാട്ട് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ബാലൻ വാരണാട്ട് പ്രമേയാവതരണം നടത്തി. പാനാചാര്യൻ ഉണ്ണികൃഷ്ണൻ ഇടവന, പാനയോഗ ട്രഷറർ പ്രീത ഇടവന, ഇലത്താള പ്രതിഭകളായ ഷൺമുഖൻ തെച്ചിയിൽ, പ്രഭാകരൻ മൂത്തേടത്ത്, മദ്ദളവാദകൻ രാജു കോക്കൂർ, മോഹനൻ കുന്നത്തൂർ, ഗീതാ മുരളി എന്നിവർ സംസാരിച്ചു. ദേവകലാകാരൻ മുരളി അകമ്പടി സ്വാഗതവും അനുഷ്ഠാന കലാകാരൻ ഗുരുവായൂർ ദേവിദാസൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ ബ്ലാങ്ങാട് മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി RV കബീർ ഫൈസി അകലാട് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് പ്രസിഡന്റ് PM കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PV ഉമർ കുഞ്ഞി, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത്, മുൻ പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി. 150ഓളം നിർധനരായ കുടുംബങ്ങൾക്ക് തുടർച്ചയായി നടത്തിവരുന്ന കിറ്റ് വിതരണത്തിന് TK അബ്ദുസലാം, മുഹമ്മദ് നാസിഫ്, KV ഹൈദരാലി, MV അബ്ദുൾ ജലീൽ, സുനിത പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് ജനറൽ സെക്രട്ടറി KA മുഹമ്മദ് കാസിം സ്വാഗതവും ട്രഷറർ അബൂബക്കർ നന്ദിയും പറഞ്ഞു. വിപണി. ദീർഘകാലം ജനങ്ങളെ ഊട്ടി കടലോളം രുചിയുടെ പെരുമ വിളിച്ചോതിയ ടീ ടൈം ഫാമിലി റെസ്റ്റോറന്റ് നവീകരണം നടത്തി എടക്കരയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. എടക്കര മഹല്ല് ഖതീബ് അബൂബക്കർ ലത്തീഫ് പ്രാർത്ഥന നിർവഹിച്ചു. ഉവൈസ് ഖാഫി, തറയിൽ മൂസ, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ തുടങ്ങി വാർഡ് മെമ്പർമാരും പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരു മാസത്തെ ഓഫറായി 5 റോൾ ഷവർമ 300 രൂപയ്ക്കും 1 റോൾ ഷവർമ 70 രൂപയ്ക്കും നൽകും. കൂടാതെ നോമ്പിന് പൊറോട്ട, ബിരിയാണി, പൊരിക്കടികൾ എന്നിവ ഓർഡറുകൾ സ്വീകരിച്ച് വീടുകളിൽ എത്തിച്ചു നൽകും. അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും 100 രൂപയ്ക്ക് പ്രത്യേക ഓഫറായി നൽകും. സഹോദരങ്ങളായ ഷാജി, ഷമീർ, ഷക്കീർ, ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ടീ ടൈം ഫാമിലി റെസ്റ്റോറന്റ് പുതിയ ഭാവത്തിലും രൂപത്തിലും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഓർഡറുകൾക്കായി 80 86 77 31 40, 85 93 90 51 31 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. MSS ചാവക്കാട് യൂണിറ്റ് കമ്മിറ്റി നടത്തിയ നിർധന രോഗികൾക്കുള്ള റംസാൻ കിറ്റ്, മരുന്ന്, പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KSA ബഷീർ, ഹാരിസ് K മുഹമ്മദ്, AV മുഹമ്മദ് അഷ്റഫ്, ഹക്കീം ഇംബാറക്, TV അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിപണി. അവിൽ മിൽക്കുകൾക്ക് മാത്രമായി അവിൽ പ്രോയുടെ 4ാമത് ഷോപ്പ് തൈക്കാട്. ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാവരുതെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പാതാക്കര യൂണിറ്റ് പ്രതിരോധ സംഗമം നടത്തി. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പാതാക്കര യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഹൈ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധ സംഗമത്തിന് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുജീബ് പട്ടേൽ, യൂണിറ്റ് ട്രഷറർ സെറീന നജീബ്, വൈസ് പ്രസിഡന്റ് P ഇബ്രാഹിം, അബ്ദുൾ ഫത്താഹ്, ഹസൻകുട്ടി, ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ചമ്മന്നൂർ വടക്കേക്കുന്ന് എരണ്ടക്കാട്ടയിൽ കുമാരൻ ഭാര്യ സരോജിനി നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. സനോജ് കുമാർ, ആതിര എന്നിവർ മക്കളാണ്. തിപ്പലിശ്ശേരി പള്ളിക്കുളം കറുപ്പം വീട്ടിൽ ജബ്ബാർ ജോർദാനിൽ വെച്ച് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഫാത്തിമയാണ് ഭാര്യ. ആരിഫ, ആബിദ, ഹബീബ എന്നിവർ മക്കളാണ്.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ആചാരപ്പെരുമയിൽ തിരുത്തിക്കാട് കുതിരവേലയാഘോഷം. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. തട്ടകം ഒരുങ്ങി. കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക്. സേലം സ്വദേശികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്ക്. എരുമപ്പെട്ടിയിൽ പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് 63-കാരിയുടെ സാഹസികതയിൽ 4.5 വയസ്സുകാരന് പുനർജീവൻ. കിണറ്റിൽ വീണ കുരുന്നിനാണ് ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സന്ദർഭോചിത ഇടപെടലും 63-കാരിയുടെ ധീരതയും തുണയായത്. തീയണച്ചിട്ടും അഗ്നിബാധയ്ക്ക് പൂർണ്ണതോതിൽ ശമനമില്ല. നാട്ടുകാർ വലയുന്നു. കുന്നംകുളം അടുപ്പുട്ടി പ്രദേശത്തെ രാജീവ് നഗറിലെ 5 ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് തീയണച്ചിട്ടും പുക ഉയരുന്നത് മൂലം നാട്ടുകാർ ദുരിതം നേരിടുന്നത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വടുതല ചെറുവത്താണി എറത്തുവീട്ടിൽ ബാലന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.